ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് പാപ്സ്മിയർ ആണ്. എന്താണ് പാപ്സ്മിയർ? നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുണ്ടാവുന്ന ഒരു ടേം ആയിരിക്കും പാപ്സ്മിയർ. സാധാരണ ഗർഭാശയമുഖ ക്യാൻസറിന്റെ സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് പാപ്സ്മിയർ. പക്ഷെ ചിലപ്പോഴെങ്കിലും ക്രോണിക് ആയിട്ടുണ്ടാവുന്ന ഇൻഫെക്ഷൻസിലും അൺഹെൽത്തി ആയിട്ടുള്ള ഗർഭാശയമുഖ അപ്പിയറൻസുകളിലും നമ്മൾ പാപ്സ്മിയർ പേഷ്യന്റിനോട് അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യണോ പാപ്സ്മിയർ? അതെ, സ്ത്രീകൾ ഒരിക്കലെങ്കിലും അവരുടെ ജീവിതകാലത്ത് പാപ്സ്മിയർ ചെയ്തിട്ടുണ്ടാവണം. 21 വയസ്സ് മുതൽ സെക്ഷുവലി ആക്റ്റീവ് ആയിട്ടുള്ള 65 ഇയേഴ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് നമ്മൾ പൊതുവെ പാപ്സ്മിയർ അഡ്വൈസ് ചെയ്യാറുള്ളത്. എപ്പോഴാണ് പാപ്സ്മിയർ ചെയ്യേണ്ടത്? മാസക്കുളി കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച, അതായത് അണ്ടോൽപാദനത്തിനോട് അനുബന്ധിച്ചുള്ള സമയത്താണ് പാപ്സ്മിയർ ചെയ്യാൻ ഏറ്റവും നല്ല സമയം. ഇനി പാപ്സ്മിയർ ചെയ്താൽ വേദന എടുക്കുമോ? അതാണ് എല്ലാവരുടെയും പൊതുവായുള്ളൊരു സംശയം. ഇല്ല, പാപ്സ്മിയർ ഒരു വേദനരഹിതമായ പ്രൊസീജിയറാണ്, ഒരു OP പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്ത് റെസ്റ്റ് ഒന്നും കൂടാതെ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോവുകയും റൂട്ടീൻസിലേക്ക് തിരിച്ചു കയറുകയും ചെയ്യാവുന്ന ഒരു ടെസ്റ്റാണ് പാപ്സ്മിയർ. പാപ്സ്മിയറിന്റെ ടെസ്റ്റ് റിസൾട്ട് അനുസരിച്ചിട്ടായിരിക്കും ഇനി നിങ്ങൾ എപ്പോൾ അടുത്ത പാപ്സ്മിയർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ ഡോക്ടർ പാപ്സ്മിയർ അഡ്വൈസ് ചെയ്താൽ പേടി കൂടാതെ തന്നെ ഈ ടെസ്റ്റിന് പോകാവുന്നതാണ്.